CV ശാന്തകുമാർ, അങ്ങേക്ക് 7 മിനിറ്റ്. സർ, ഒരു നാൾ തമ്പാനൂന്ന് എൻ്റെ അംഗപരിതനായ അച്ഛനുമായി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പഴയ നിയമസഭാ മന്ദിരം കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചു, അച്ഛാ ഇതിനുള്ളിൽ കയറാൻ എങ്ങനെയാണെന്ന്. ഒന്നുകിൽ MLA ആകണം, അല്ലെങ്കിൽ പഠിച്ച് ജോലി കിട്ടണമെന്ന് പറഞ്ഞു. അച്ഛനെ സ്മരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബഡ്ജറ്റിൽ ഞാൻ പിന്തുണച്ചുകൊണ്ട് കേരള നിയമനിർമ്മാണ സഭയിൽ മഹനീയമായ ഈ പുതിയ നിയമസഭാ മണ്ഡലത്തിൻ്റെ അകത്തളത്തിലേക്ക് കടന്നു വരുവാൻ എനിക്ക് സാഹചര്യം ഒരുക്കിയ മഹത്തായ ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ നീതി പുലർത്തുന്നു. സർ, ഇന്ത്യൻ ഭരണഘടന രൂപകൽപ്പന ചെയ്യുന്നതിന് നെടുനായകത്വം വഹിച്ച എൻ്റെ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും ഇന്ത്യൻ ഭരണഘടനയിൽ തങ്കലിപികളിൽ എഴുതി ചേർത്ത ഡോക്ടർ BR അംബേദ്കറിനോടും പാവന സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ നമ്രശിരസനാവും. സർ, രാഷ്ട്രപിതാവ് ധീരദേശാഭിനായ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം നേരുന്നു. സർ, എൻ്റെ അടൂർ കേരളത്തിൻ്റെ പത്തനംതിട്ട ജില്ലയിലെ പ്രധാന മുനിസിപ്പൽ പട്ടണമാണ് സാർ അടൂർ. മധ്യ തിരുവിതാംകൂർ മേഖലയിൽ വേരൂന്നിയ സമ്പന്നമായ ഒരു പൈതൃകമുണ്ട് സാർ. ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിന് മുമ്പുള്ള ഒരു സ്വയംഭരണ കേന്ദ്രമായിരുന്നു സാർ അടൂർ. ഒടുവിൽ ഒരു സാംസ്കാരികവും ചരിത്രപരമായ കേന്ദ്രമായി അടൂർ വളർന്നു സാർ. സാർ, അടൂർ എന്ന പേരിൻ്റെ അർത്ഥം വേർപെരിലൂടെ ലഭിച്ച ഭൂമി, അല്ലെങ്കിൽ ആദ്യന്മാരുടെ ഊര്. തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ കീഴിൽ ഉറച്ചു നിന്നതിനാൽ നേരിട്ട് ബ്രിട്ടീഷ് അധിനിവേശത്തിന് വിധേയമായില്ല സാർ എൻ്റെ അടൂർ. ആയതിനാൽ പ്രാദേശിക സംസ്കാരവും പൈതൃകവും വ്യക്തിപരമായി നിൽക്കുവാൻ അത് അനുവദിച്ചു സാർ. ചരിത്രപരമായി കൊല്ലം ജില്ലയിലായിരുന്നു സാർ മുൻപ് അടൂർ. 1982 ലീഡർ ശ്രീ K. കരുണാകരന് നൽകിയ ഒരു വലിയ വാക്ക് മുൻ MLA യശസ്വരീയനായ ശ്രീ KK നായർ സാറുടെ ആജ്ഞയായിരുന്നു സാർ ഇന്ന് അടൂർ പത്തനംതിട്ട ജില്ലയിലേക്കായത്. പത്തനംതിട്ട ജില്ലയിൽ ഔദ്യോഗികമായി ചേർന്നതിന് ശേഷം എൻ്റെ അടൂർ സ്വാതന്ത്ര്യ സമരമായും തിരുവിതാംകൂറിലെ ദളവയായിരുന്ന വേലുതി ദളവയുടെ ത്യാഗമായ പ്രസിദ്ധമായ ബന്ധപ്പെട്ട് നിൽക്കുന്നു സാർ. ചരിത്രവർഷം 1802, 1809 മറക്കാനാകില്ല സാർ. സർ, 1957 മുതൽ ഈ സഭയുടെ മുഖ്യമന്ത്രിമാരായിരുന്നതും ഈ സഭയിലെ മന്ത്രിമാരായിരുന്നതും ഈ സഭയിലെ അംഗങ്ങളായിരുന്നവരുടെ മുന്നിൽ ഞാൻ എൻ്റെ പ്രണാമം അർപ്പിക്കുന്നു സാർ. ആദരണീയനായ R. ശങ്കർ, ലീഡർ ശ്രീ K. കരുണാകരൻ, പുതുപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കേരള ജനതയുടെ ജനകീയ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ മുന്നിൽ ഞാൻ നമ്രശിരസനാവുന്നു സാർ. അടൂരിൻ്റെ മുൻകാല ജനപ്രതിനിധിയായവരെ ഈ സമയം ഓർക്കുന്നു സാർ. ദീർഘകാലം അങ്ങ് അല്പം മാറി ഇരിക്കുന്നെങ്കിൽ സാർ, അങ്ങ് ഇരിക്കുന്നതിന് മുമ്പിരുന്ന 4 തവണ ആ സീറ്റിൽ ഇരുന്നിരുന്ന പ്രിയങ്കരനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിൻ്റെ പിൻഗാമിയായി ഈ സഭയിലെത്തിയതിൽ ഞാൻ അഭിമാനിക്കുന്നു സാർ. സർ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതിമത ഭേദമന്യേ ഈ തെരഞ്ഞെടുപ്പിൽ കേരള ജനത 102 സീറ്റ് നൽകിയ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നൽകിയ ഈ മഹാവിജയത്തിൽ അടൂരിനെ ചേർത്ത് പിടിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഈ വിജയം എനിക്ക് സമ്മാനിച്ച അടൂരിലെ പ്രബുദ്ധരായ എല്ലാ വോട്ടർമാരോടും ഞാൻ എനിക്കുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം കോന്നി നിവാസികളോടും ഞാൻ എനിക്കുള്ള നന്ദി അറിയിക്കുന്നു സാർ. വീണ്ടും ചരിത്രം വഴിമാറുന്നു മുഖ്യമന്ത്രിയിലൂടെ സാർ. ശ്രീ VD സതീശൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും ജനക്ഷേമത്തിനും പുതിയ ദിശാബോധം നൽകി ഒരു പുതിയ യുഗം കേരളം സൃഷ്ടിക്കുകയാണ് സാർ. വിദ്യാഭ്യാസം, ആരോഗ്യം, കാർഷികം, അടിസ്ഥാന വികസനം, വയോജനം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയ സ്വാഗതാർഹമാണ് സാർ. ബജറ്റ് എന്നത് സർക്കാരിൻ്റെ കാഴ്ചപ്പാടും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും പ്രകടിപ്പിക്കുന്നു ഒരു വികസന രേഖയാണ് സാർ. ചരിത്രത്തിലേക്ക് വീണ്ടും മുഖ്യമന്ത്രിയായ ശ്രീ VD സതീശൻ, എൻ്റെ മുഖ്യമന്ത്രി, എൻ്റെ ധനകാര്യമന്ത്രി, ഈ സഭയിൽ അവതരിപ്പിച്ച 2026-27 സാമ്പത്തിക വർഷത്തെ ജനകീയ ബഡ്ജറ്റിനെ ഞാൻ എൻ്റെ അടൂറുകാർക്ക് വേണ്ടി സർവാത്മന പിന്തുണയ്ക്കുന്നു സാർ. അപ്പുറത്തിരിക്കുന്നവരോട് ഒരു അപേക്ഷയുണ്ട്. പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലാൻ ശ്രമിക്കരുത്. സർ, അടൂരിൻ്റെ സാംസ്കാരിക പൈതൃകത്തിന് പേരൂന്നിയ ശ്രീ EV കൃഷ്ണപിള്ള, അടൂർ ഭാസി, അടൂർ പങ്കജം, അടൂർ ഭവാനി, അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയ നിരവധി കലാകാരന്മാർക്ക് ജന്മം നൽകിയ മണ്ണാണ് സാർ എൻ്റെ അടൂർ. സിനിമ, നാടക, ഫോക്ലോർക്ക് സാംസ്കാരിക കേന്ദ്രത്തിന് അടൂരിന് അർഹമായ പരിഗണന നൽകണം സാർ. 2 മുനിസിപ്പാലിറ്റിയും 7 ഗ്രാമപഞ്ചായത്തും വരുന്ന എൻ്റെ മണ്ഡലം കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ് സാർ. ഗ്രാമീണ റോഡുകൾ തകർന്നു കിടക്കുന്നു. കനാൽ പ്രദേശം കാടുമൂടിയതും തകർന്നു കിടക്കുന്നതുമായ റോഡുകൾ സഞ്ചാരയോഗത്തിന് തന്നെ ബുദ്ധിമുട്ടാണ് സാർ. ഏറിയ പങ്ക് പട്ടികജാതി വിഭാഗക്കാരും ഇടത്തരം വരുമാനക്കാരുമാണ് സാർ. നിലവിലെ ആശുപത്രി വികസനം അടൂരിൽ അനിവാര്യമാണ് സാർ. പോലീസ് സർജൻ അത്യാവശ്യമാണ് സാർ. അടൂരിൽ ജനറൽ ഹോസ്പിറ്റൽ
ആവശ്യമായ ഡോക്ടർമാരുടെ സേവനവും ആവശ്യമാണ് സാർ. തൊഴിൽശാലകൾ ഇനിയും അനിവാര്യമാണ് സാർ. നിരവധി ചെറുകിട വരുമാന സംരംഭങ്ങൾക്ക് വിജയസാധ്യതയുള്ളതാണ് സാർ എൻ്റെ അടൂർ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മെച്ചപ്പെട്ട കോഴ്സുകൾ അനിവാര്യമാണ് സാർ. സാർ, പന്തളം നഗരവൽക്കരണം അനിവാര്യമാണ് സാർ. അടൂർ നഗരവൽക്കരണത്തോടൊപ്പം തന്നെ പന്തളം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സാർ. ഇനിയും അതിലേക്ക് തുക വകയിരുത്തണമെന്ന് എൻ്റെ അപേക്ഷ. ഒരു തീർത്ഥാടന നഗരം കൂടിയാണ് സാർ എൻ്റെ അടൂരും പന്തളവും. 2026-27 സംസ്ഥാന ബഡ്ജറ്റിൽ ഇടം പിടിച്ച പന്തളം ബൈപ്പാസും അതുപോലെ തന്നെ പന്തളം KSRTCയും പന്തളം അമ്യൂണിറ്റി സെൻറ്റർ സ്വാമി ഭക്തന്മാർക്ക് വേണ്ടിയുള്ള പന്തളം പൂഴിക്കാട് ബണ്ട് നിർമ്മാണവും അടൂർ സ്റ്റേഡിയവും ഒക്കെ തന്നെ കൂടുതൽ തുക ഇനിയും വകയിരുത്തേണ്ടതായിട്ടുണ്ട് സാർ. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അടൂർ UIT കെട്ടിടം തുടങ്ങിയവ ഇനിയും പുരോഗമിക്കേണ്ടതായിട്ടുണ്ട് സാർ. ഗ്രാമീണ റോഡുകൾ ഇനിയും നവീകരിക്കേണ്ടതായിട്ടുണ്ട് സാർ. ഏറെ പ്രതീക്ഷയർപ്പിക്കുന്ന തുകകൾ കൂടുതൽ കൂടി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് സാർ. സാർ, ഈ ബഡ്ജറ്റിലെ പ്രിയദർശിനി KSRTC സൗജന്യമായ ബസ് യാത്ര അത് മഹനീയമായ അമ്മമാരും സഹോദരിമാരും നെഞ്ചിലേറ്റിയിരിക്കുകയാണ് സാർ. ഓപ്പറേഷൻ തൂഫാൻ അത് വിജയം കണ്ടെത്തിയിരിക്കുകയാണ് സാർ. അടൂരിൻ്റെ സ്വപ്നം ഏറ്റവും പരമാവനമായിട്ടുള്ളത് ശബരിമലയോട് ബന്ധപ്പെട്ടതാണ് സാർ. പരിപാവനമായ കോടാനുകോടി ഭക്തജനങ്ങൾ വരുന്ന ശബരിമലയുടെ ആതിഥേയമാണ് സാർ എൻ്റെ പന്തളം. അതുപോലെ അയ്യപ്പസ്വാമിയുടെ തിരുവാഭരണം സൂക്ഷിക്കുന്ന സ്ഥലമാണ് സാർ എൻ്റെ പന്തളം. ഭഗവാന്റെ തിരുവാഭരണം സൂക്ഷിക്കുന്ന പോലെ ശബരിമലയുടെ പവിത്രതയും പന്തളത്തിന് വരണം സാർ. ഗതാഗതം തടസ്സം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് പന്തളം ടൗണിലുണ്ട് സാർ. പന്തളത്തെ വീർപ്പ് മുട്ടിക്കുന്നത് അത് ഒഴിവാക്കുവാൻ വേണ്ടി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കണം സാർ. ശബരിമലയിൽ ദർശനം നടത്തി പന്തളം കൊട്ടാരവും വണങ്ങി എരുമേലി, ആറന്മുള, മലയാലപ്പുഴ, കോന്നി വഴി കല്ലേലി കാനന ക്ഷേത്രമായ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് വഴി പോകുന്ന അച്ചൻകോവിലേക്ക് പോകുന്ന പമ്പിളി വഴി തെങ്കാശി, രാജപാളയം, വനപാത അത് യാഥാർത്ഥ്യമാക്കണം സാർ. മണ്ഡല മകരവിളക്ക് സമയത്ത് തീർത്ഥാടകർ നടന്നു വരുന്ന ഒരു കാനനപാതയാണ് സാർ. സാർ, ഒരു നേതാവ് ഇടയനെ പോലെയാണ്. കൂട്ടത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ അവൻ പിന്നിൽ നിന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഗതി മാറിപ്പോകുന്നവരെ നേർരേഖയിലേക്കാക്കുന്നു. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ നയിച്ച പുതിയ യാത്ര അത് മാർഗരേഖയാണ് സാർ. ജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് യഥാർത്ഥ ദിശ കാണിച്ചു തരുന്നതാണ് സാർ നേതാവ്. സാർ, ട്രഷറി ബെഞ്ചിൽ വലിയ പിന്തുണ നമ്മൾക്ക് ഈ ബഡ്ജറ്റിൽ ഇല്ല എങ്കിൽ തന്നെയും അവർ മനസ്സുകൊണ്ട് അതിനെ പിന്തുണയ്ക്കുന്നുണ്ട് സാർ. പരിപൂർണമായി അവർ പിന്തുണയ്ക്കുന്നു. അപ്പുറത്തിരിക്കുന്നവർ മനസ്സുകൊണ്ട് നമ്മളെ പിന്തുണയ്ക്കുന്നുണ്ട്. ഈ ബഡ്ജറ്റ് ആദ്യമല്ലേ സാർ. സാർ, 5 ഇന്ദിര ഗ്യാരണ്ടി സ്കീം കേരള ജനത അംഗീകരിച്ചു കഴിഞ്ഞു സാർ. വിലക്കയറ്റമില്ല, നികുതി ഭാരമില്ല, ഭൂനികുതിയില്ല. പിന്നെ എന്താണ് സാർ ചിലർ ഇതിനെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്? സാർ, പട്ടികവർഗ മേഖലയിൽ ഏറ്റവും നല്ല ബഡ്ജറ്റായി കാണുന്നത് സാർ 527.68 കോടി അഡീഷണലായി തന്നു. STPക്ക് വേണ്ടി 152.52 കോടി അലോട്ട്മെന്റ് തന്നു. അതുപോലെ ഏറ്റവും നന്നായുള്ള സാർ ഇതിനകത്ത് legislation will be introduced to ensure that fund allocated in the budget for scheduled caste and scheduled tribe are utilized properly and that schemes are implemented in the time bound manner. വളരെയധികം സന്തോഷമുണ്ട് സാർ അതങ്ങനെ ചേർത്ത്. സാർ, ഒരു വീട് നിൽക്കുന്നതിന് 4 ലക്ഷം രൂപയാണ് സാർ. അത് 10 ലക്ഷമാക്കണമെന്നൊരു എളിയ അഭ്യർത്ഥനയുണ്ട് സാർ. 40 ലക്ഷം രൂപ കാറ്റിൽ ഷെഡിന് കൊടുത്തിരുന്നു സാർ ഇതിനു മുമ്പ്. സാർ, ജപ്തി നടപടി ഭീഷണിയിൽ നിന്നും അതുപോലെ പട്ടയം ലഭിക്കുന്നതിലും നല്ല തീരുമാനങ്ങൾ ഉണ്ടാവണം സാർ. സാർ, കൺക്ലൂഡ് ചെയ്യുന്നു സാർ. സാറേ, മഹാനായ അയ്യങ്കാളിജി ശ്രീമൂലം പ്രജാസഭയിൽ പറഞ്ഞിരുന്നു സാർ, 10 BA-ക്കാരെ കണ്ടിട്ട് എനിക്ക് മരിക്കണമെന്നുള്ളൊരാഗ്രഹം. പക്ഷേ ഇന്ന് ഈ സഭയിൽ 10-ലധികം MLA-മാരെ സൃഷ്ടിച്ചുകൊണ്ട് UDF മുന്നിട്ട് വരുന്നുണ്ട് സാർ. അതുകൊണ്ട് തീർച്ചയായും ആ മഹാനുഭാവന് മുന്നിൽ ഞാൻ പ്രണാമം അർപ്പിച്ചുകൊണ്ട് സാർ, പട്ടികജാതി സംവരണ മണ്ഡലത്തിൽ നിന്നും 10-ലധികം വരുന്ന MLA-മാരെ തന്ന UDF-ന് അഭിമാനമുണ്ട് സാർ. ഈ മന്ത്രിസഭ ഞങ്ങളുടെ പ്രതീക്ഷയാണ് സാർ. സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തി സംവരണം പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ പേരുമാറ്റമല്ല സാർ, ഉന്നതി എന്ന അവിടെ ഉയർച്ച ഉണ്ടാവണം സാർ. സാർ, വേണ്ടത് ചേർത്ത് പിടിക്കലാണ് സാർ. ഇപ്പോഴും അടുക്കള പൊളിച്ച് അടുക്കള മാറ്റിയിട്ട് അവിടെ മൃതദേഹം സംസ്കരിക്കുന്ന ചടങ്ങുകൾ ഈ കേരള സംസ്ഥാനം നടക്കുന്നുണ്ട് സാർ. അത് ഈ ഗവൺമെന്റ് ശ്രദ്ധാപൂർവ്വം കാണിക്കണം സാർ. തൊഴിൽപരമായ നിരവധി SC/ST വിദ്യാർത്ഥികൾ ഇന്നും സമരമുഖത്തുണ്ട് സാർ. അവരെ നോക്കണം സാർ. അങ്ങ് പ്രഖ്യാപിച്ച സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ശ്രീമാൻ ലീഡർ K. കരുണാകരൻ പ്രഖ്യാപിച്ചതിന്റെ മുൻചൂടായി നിൽക്കുന്ന VD സതീശൻ ഗവൺമെന്റ് മുഖ്യധാരയിൽ വേണം സാർ. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്ക് സാർ മുൻഗണന നൽകണം സാർ. പഞ്ചായത്ത് മെമ്പർമാരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കണം സാർ. അവരെ ചേർത്തിരുത്തണം സാർ.
ലൈഫ് മിഷൻ പദ്ധതി എവിടെ പോയി സാർ? ലൈഫ് മിഷൻ ആരുടെ ലൈഫാണ് സാർ നന്നാക്കിയത്? ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രിമാർ നിരവധി ആളുകൾ മറുപടി പറയാനുണ്ട്. സാർ, കേരളത്തിൽ പുതുതായി വരാൻ പോകുന്ന ഏവിയേഷൻ ഹബിലും അതുപോലെ പുതുതായി ആരംഭിക്കാൻ പോകുന്ന റെയിൽവേയിലും അടൂരിന് പ്രഥമ പരിഗണന നൽകണമെന്ന് അറിയിച്ചുകൊണ്ട് ഈ സർവാമന 2026 ബഡ്ജറ്റിലെ ഞാൻ പിന്തുണയ്ക്കുന്നു.